ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിവിടെ ഇന്നൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കൻ നൂഡിൽസാണ്. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിനകത്തേക്ക് ഓയിലും നൂഡിൽസ് വേവാൻ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കത് തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് നൂഡിൽസ് ഇടാം. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് നൂഡിൽസ് ഇട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. നൂഡിൽസ് എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് അടച്ചു വയ്ക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന ഈ നൂഡിൽസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ ചില്ലി ഫ്ലേക്സ്, ചിക്കൻ, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, പിന്നെ കോൺഫ്ലോർ, സോയാ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ക്യാപ്സിക്കം, ഒരു മുട്ട. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 വെളുത്തുള്ളി ആണ് എടുത്തേക്കുന്നത്. നമുക്കതിനകത്തേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ നമുക്ക് ഒരു 2 സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അത് ഒരു സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സോയാ സോസും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്താണിത്. അതൊഴിച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നമുക്ക് അത് മാരിനേറ്റ് ചെയ്യാം. ഒരു ½ ആൻ അവറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. നമുക്കൊരു പാൻ എടുത്ത് നമുക്കതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ചിക്കൻ വറുത്തെടുക്കാം. അതിനകത്തിട്ട് ചിക്കൻ വറുത്തെടുക്കാം. ഞാനിവിടെ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തതാണ്. 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. നല്ല ഫ്രൈ ആവണ്ട, കുറച്ച് ഫ്രൈ ആയാൽ മതി. നമ്മൾ ഡ്രാഗൺ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അളവിൽ ഫ്രൈ ആയാൽ മതി. അത് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്തൊരു പാൻ വെച്ച് നമുക്കതിനകത്തേക്ക് ബാക്കി വന്ന ഓയിൽ നമുക്കതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്കിട്ട് നല്ല മൂപ്പിച്ചെടുക്കാം. അതൊരു ഒന്ന് ഇതാവുന്ന സമയത്ത്, അതായത് പച്ചമണമൊക്കെ മാറി ഇതാവുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് ഇനി വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം. അതൊരു 1.5 സ്പൂണോളം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1.5 സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് നമുക്ക് ബാക്കി കാശ്മീരി ചില്ലി ചേർക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കതിനകത്തേക്ക്.
എന്നിട്ട് നമുക്ക് ബാക്കി ടൊമാറ്റോ സോസ് ഒരു 2 സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ ബാക്കി നമുക്ക് സോയാ സോസും കൂടെയാണ് ചേർക്കാനുള്ളത്. സോയാ സോസ് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു സ്പൂണോളാണ് എടുത്തേക്കുന്നത്. നമുക്കതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സാക്കാം. നമുക്ക് ആ സമയത്ത് ഉപ്പ് പാകമാണോ നോക്കി, ഉപ്പ് പാകമല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ ഉപ്പ് പാകമല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ കൂടെ നമുക്കതിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ട് വേവൊന്നും വേണ്ട. നമുക്ക് ചൈനീസ് ഡിഷിനകത്ത് സാധാരണ ക്യാപ്സിക്കം ഒന്നും അത്ര വേവേണ്ട കാര്യമില്ല. ആവശ്യത്തിന് വെള്ളം കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് നമ്മൾ നൂഡിൽസ് മാറ്റി വെച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നൂഡിൽസ് വേവിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഓയിൽ ലാസ്റ്റ് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. നൂഡിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മസാല എല്ലാം അതിനകത്ത് പിടിക്കുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ്. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.